Today I am discussing about level of toxicity. Toxicity is the degree to which a chemical substance or a particular mixture of a substances can damage an organism. ടോക്സിസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കെമിക്കൽ സബ്സ്റ്റൻസോ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ മിക്സ്ചർ ഓഫ് സബ്സ്റ്റൻസസോ മൂലം ഒരു ഓർഗാനിസത്തിന് ഡാമേജ് ഉണ്ടാവുക, അതിനാണ് ടോക്സിസിറ്റി എന്ന് പറയുന്നത്. ടോക്സിസിറ്റി ക്യാൻ റെഫർ ടു ദ ഇഫക്റ്റ് ഓൺ എ ഹോൾ ഓർഗാനിസം such as animal, bacterium or plant, as well as effect on a substructure of the organism. അത് ഈ ടോക്സിസിറ്റി മൂലം ഒന്നല്ല ആ മുഴുവൻ ഓർഗാനിസത്തിനെയും ബാധിക്കുന്നു, അതുപോലെ അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലുള്ള സബ്സ്ട്രക്ചേഴ്സിനൊക്കെ അത് ബാധിക്കുന്നു എന്നാണ് പറയുന്നത്. ലെവൽ ഓഫ് ടോക്സിസിറ്റി. Level of toxicity required to produce a criterion effect. The criterion effect in most cases is the death of target species. ഈ ലെവൽ ഓഫ് ടോക്സിസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്രൈറ്റീരിയൻ ഇഫക്റ്റ് ആണ്. ക്രൈറ്റീരിയൻ ഇഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ടാർഗറ്റ് സ്പീഷീസിൻ്റെ ഡെത്തിന് വരെ അത് കാരണമാക്കാം. ദർ ആർ 4 ലെവൽ ഓഫ് ടോക്സിസിറ്റി: ഫുൾമിനേറ്റ് ടോക്സിസിറ്റി, അക്യൂട്ട് ടോക്സിസിറ്റി, ക്രോണിക് ടോക്സിസിറ്റി, സബ് അക്യൂട്ട് ടോക്സിസിറ്റി. ഫുൾമിനേറ്റ് ടോക്സിസിറ്റി. ദിസ് ഈസ് ദ ഹൈ ടോക്സിസിറ്റി പ്രൊഡ്യൂസ്ഡ് ബൈ ദ മാസീവ് ഡോസ് ഓഫ് പോയ്സൺ. ദ ഡെത്ത് മേ ഒക്കർ വെരി റാപ്പിഡ്ലി. ഈ ടോക്സിസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വളരെ ഹൈലി പോയ്സണസ് ആണ്, അല്ലെങ്കിൽ ഹൈലി ടോക്സിക് ആണ്. കാരണം അത് അതിൻ്റെ ഡെത്തിന് വളരെ വേഗത്തിൽ തന്നെ ആ ടെസ്റ്റ് ഓർഗാനിസത്തിൻ്റെ ഡെത്തിന് കാരണമാക്കുന്നു. അക്യൂട്ട് ടോക്സിസിറ്റി. ദിസ് ഇസ് ദ സെവറൽ ടോക്സിസിറ്റി ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ഷോർട്ട് ടേം എക്സ്പോഷർ ടു എ ലാർജ് സിംഗിൾ എക്സ്പോഷർ. ഡെത്ത് മേ ഓർ മേ നോട്ട് ഒക്കർ. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം കുറച്ച് എക്സ്പോസ് ചെയ്യുന്നു, അതിന് വേണ്ടിയിട്ട് എക്സ്പോസ് ചെയ്തിട്ട് ടോക്സിസിറ്റിയിൽ എക്സ്പോസ് ചെയ്യുന്നുള്ളൂ. പിന്നെ അത് ലാർജായിട്ടൊരു ഇതിൽ എക്സ്പോസ് ചെയ്യുന്നതാണ് പറയുന്നത്. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെത്ത് ഒന്നാലും സംഭവിക്കും, അതിൽ സംഭവിക്കില്ല. ഇൻ ദ അക്യൂട്ട് ടെസ്റ്റ് ദ ടോക്സിക് സിംറ്റംസ് ഇൻ റാറ്റ്സ് ആർ, ഇത് നമ്മുടെ റാറ്റ്സിലുണ്ടായ സിംറ്റംസ് ആണ്: ഡിപ്രഷൻ, റഫ് ഹെയർ ആൻഡ് ദ ലിംസ് ആൻഡ് ടെയിൽസ് ഓഫ് ദ dead rats were cyanotic, and in some individual rats having swelling spleen, bleeding spot in liver. ഇതൊക്കെയാണ് മെയിനായിട്ട് വന്നിട്ടുള്ള സിംറ്റംസ്. റാറ്റിൻ്റെ മെയിനായിട്ട് ഡിപ്രഷൻ ഇതിലായിരുന്നു, അതുപോലെ റഫ് ഹെയർ ആയിരുന്നു. പിന്നെ റാറ്റിൻ്റെ ലിംസിലും ടെയിൽസിലും, അതായത് ചത്ത റാറ്റ്സിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ സൈനോട്ടിക് ആയിരുന്നു, അതായത് അവരുടെ ബ്ലൂയിഷ് കളറേഷൻ അവയുടെ ലിപ്സിലൊക്കെ ഉണ്ടായിരുന്നു. ആൻഡ് ഇൻ സം ഇൻഡിവിജ്വൽ റാറ്റ്സിലൊക്കെ ആണെങ്കിൽ അവയുടെ സ്വെല്ലിംഗ് ആയിട്ടുള്ള സ്പ്ലീൻ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ലിവറിൽ കുറേ ബ്ലീഡിങ് സ്പോട്ടൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. പിന്നെ ഡിസൈൻ ഓഫ് അക്യൂട്ട് ടോക്സിസിറ്റി എന്ന് പറയുമ്പോൾ ഒരു 14 ഡേയ്സ് ആണ് അതിൽ ടോക്സിസിറ്റി അതിൽ അപ്ലൈ ചെയ്യാം. അതിൽ അറ്റ്ലീസ്റ്റ് 2 സ്പീഷീസിനെ വെച്ച് അത് ചെയ്യുമായിരിക്കും. ഒരു റോഡൻ മൈസോ അല്ലെങ്കിൽ റാറ്റോ, റോഡൻ്റെ അല്ലെങ്കിൽ മൈസോ റാറ്റൊക്കെയാണ് അതിന് ഉപയോഗിക്കുക. റോഡൻ്റെ എന്ന് പറയുമ്പോൾ റാബിറ്റ്, അങ്ങനെയാണ് മെയിനായിട്ട് വരുന്നത്. പിന്നെ അത് വേരിയസ് ആയിട്ട് ഡോസ് ലെവൽസ് ഉണ്ടായിരിക്കും, 2 ഗ്രൂപ്പിനും വേരിയസ് ആയിട്ട് ഡോസ് ലെവൽസ് ആയിരിക്കും ഉണ്ടാവുക. പിന്നെ ഡോസ് സെലക്ഷൻ സച്ച് ദാറ്റ് കോസസ് ലെസ് ദാൻ 50% ബട്ട് നോട്ട് 0% ആൻഡ് മോർ ദാൻ 50% ബട്ട് നോട്ട് 100% മോർട്ടാലിറ്റി. ഇങ്ങനെ ഒരു ലെവലായിരിക്കും അത് ഡോസേജ് എന്ന് പറയുന്നത്. ഇനി അക്യൂട്ട് ടോക്സിസിറ്റി മെയിൻ സിംറ്റംസ് ഒക്കെ പറയുകയാണെങ്കിൽ ആൾട്ടേർഡ് റെസ്പിറേഷനും ലോസ് ഓഫ് റിഫ്ലക്സിനൊക്കെയും, അതുപോലെ വെയിറ്റ് ലോസ്, ഡയേറിയ, ഇതിനൊക്കെയും കൺവൾഷൻസിനൊക്കെ ഇത് കാരണമാക്കുന്നു എന്നാണ് പറയുന്നത്. സലൈവേഷൻ, ഇതൊക്കെ ഇതിൻ്റെ മെയിനായിട്ടുള്ള സിംറ്റംസ് എന്ന് പറയുന്നത്. അടുത്തതാണ് ക്രോണിക് ടോക്സിസിറ്റി. ദിസ് ഇസ് ദ ടോക്സിസിറ്റി പ്രൊഡ്യൂസ്ഡ് ബൈ സെവറൽ സ്മോൾ ഡോസ് ഓഫ് പോയ്സൺ ടേക്കൺ ഓവർ എ ലോങ് പീരിയഡ് ഓഫ് ടൈം. ഓൺസെറ്റ് ഓഫ് സിംറ്റംസ് ഈസ് ബിലേറ്റഡ്. ഇറ്റ് ഈസ് ദൻ ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട് ഓഫ് അക്വാറ്റിക് ടോക്സിക്കോളജി. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ലോങ് ടേം ആയിട്ടുള്ള ഒരു ലോങ് പീരീഡ് യൂസ് ചെയ്തിട്ടുള്ള ഒരു ടോക്സിസിറ്റിയാണ്. അതായത് അവിടെ കുറച്ച് മാത്രമേ നമ്മൾ പോയ്സൺ ഉപയോഗിക്കുന്നുള്ളൂ, പക്ഷെ അത് വളരെ കൂടുതൽ ദിവസം അതിനെ എടുക്കുന്നു എന്നാണ് പറയുന്നത്. ലേറ്റായിട്ട് അവിടെ സിംറ്റംസ് ഒക്കെ വരുന്നുള്ളൂ. പിന്നെ അതിൽ അക്വാറ്റിക് ടോക്സിക്കോളജിയിലേക്കാണ് ഇത് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. ഇതിൽ മെയിനായിട്ട് നമ്മുടെ ഇത് എന്തിന് കാരണമാക്കുന്നതൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇതുമൂലം ഉണ്ടാകുന്നത് വെച്ച് കഴിഞ്ഞാൽ ക്യാൻസർ, ട്യൂമേഴ്സ്, ബർത്ത് ഡിഫക്റ്റ്, ഇൻഫെർട്ടിലിറ്റി, ബ്ലഡ് ഡിസോർഡർ, ബ്രെയിൻ ഡാമേജ്, പാരലൈസിസ്, കിഡ്നി പ്രോബ്ലംസ് ഒക്കെ ഇതുമൂലം ഉണ്ടാകാം. പിന്നെ ഇതിൻ്റെ മെയിനായിട്ട് നമുക്ക് ഇതിൻ്റെ സൈൻ അല്ലെങ്കിൽ ക്രോണിക് ടോക്സിസിറ്റി മൂലം സൈൻസ് ചെയ്തൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രോണിക് പെയിന്, അതുപോലെ പുവർ ഇമ്മ്യൂണിറ്റി, ഫാറ്റിക്, പുവർ കോൺസെൻട്രേഷൻ ഓർ മെമ്മറി, ഡൈജസ്റ്റീവ് ഇഷ്യൂസ്, സ്കിൻ കണ്ടീഷൻസ്, ഏർലി ഏജിങ് ഒക്കെ ഇതിന് മെയിനായിട്ട് കാരണങ്ങളായിട്ട് വരുന്നതാണ്. അടുത്താണ് സബ് അക്യൂട്ട് ടോക്സിസിറ്റി. ദിസ് ഇസ് ദ ടോക്സിസിറ്റി ക്യാരക്ടറൈസ്ഡ് ബൈ ദ ബോത്ത് അക്യൂട്ട് ആൻഡ് ക്രോണിക് കേസസ്. ഡെത്ത് ഈസ് നോട്ട് യൂഷ്വൽ. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അക്യൂട്ടിൻ്റെയും
ക്രോണിക് കേസസിൻ്റെയും ഒരു സ്വഭാവങ്ങൾ ഇതിൽ കാണിക്കുന്നുണ്ടായിരിക്കും. ഡെത്ത് എന്ന് പറയുന്നത് യൂഷ്വലി ഉണ്ടാവാറില്ല. ഇതിന് സ്പെസിഫിക് സിംറ്റംസ് പറയുകയാണെങ്കിൽ ഇമ്പയർമെൻറ്റ് ഇഫ് കോൺഷ്യസ്നെസ്സസ്, റെസ്പിറേറ്ററി പ്രോബ്ലംസ്, ഡീഹൈഡ്രേഷൻ ഡ്യൂ ടു വോമിറ്റിംഗ്, ഹൈപ്പോതെർമിയ, കൺവൾഷൻസ്, കാർഡിയാക് എറിത്മിയാസ് ഒക്കെയാണ് ഇതിന് മെയിനായിട്ട് വരുന്ന സിംറ്റംസ് ഒക്കെ എന്ന് പറയുന്നത്. പിന്നെ ഇത് ടോക്സിസിറ്റിയിൽ അതിൽ അക്യൂട്ടും സബ് അക്യൂട്ടും ക്രോണിക്കിൻ്റെ ഒരു ചെറുതായിട്ടൊരു ഷോർട്ടായിട്ട് പറയുന്നതാണ്. അതിൻ്റെ ക്ലിനിക്കലി ഉണ്ടാവുന്ന മാറ്റങ്ങൾ ഇതൊക്കെയും. പിന്നെ ആനിമൽ ടോക്സിസിറ്റി ടെസ്റ്റിൻ്റെ ടൈം പീരീഡ് നോക്കുകയാണെങ്കിൽ അക്യൂട്ട് ടോക്സിസിറ്റി എന്ന് പറഞ്ഞാൽ 14 ദിവസമായിരിക്കും ഉണ്ടാവുക. സബ് അക്യൂട്ട് ആകുമ്പോൾ അത് 28 ഡേയ്സ് എടുക്കും. സബ് കോർണിക് എന്ന് പറയുമ്പോൾ 3 months വരെ ആവാം. ക്രോണിക് ടോക്സിസിറ്റിയാണ് ഏറ്റവും കൂടുതൽ ലോങ് പീരിയഡ് എന്ന് പറഞ്ഞില്ല, അതുപോലെ ഏറ്റവും കൂടുതൽ പീരീഡ് യൂസ് ചെയ്യുന്നത് ക്രോണിക് ടോക്സിസിറ്റി ആയിരിക്കും. 6 തൊട്ട് 12 മാസം വരെ ഇതിൽ ടെസ്റ്റ് ആനിമലിനെ ടെസ്റ്റ് ചെയ്തിരിക്കും ഇതുമൂലം. അത് വളരെ കുറച്ച് എമൗണ്ട് ഡോസിൽ മാത്രം. അടുത്താണ് നമ്മുടെ ഡോസിൻ്റെ കാര്യത്തിൽ പറയുമ്പോൾ മിഡ് ആൻഡ് ലീതൽ ഡോസ്, അതായത് LD50. ഇറ്റ് ഈസ് ദ ഡോസ് ഓഫ് ടോക്സിക്കൻ വിച്ച് ക്യാൻ ബി ലീതൽ ടു 50%. അതായത് ടോക്സിക്കൻ എന്ന് പറഞ്ഞാൽ വളരെ ലീതലായിരിക്കും, അതായത് 50% വരെ അത് ആയിരിക്കും, അത് ലീതൽ എഫക്റ്റിലേക്ക് നയിക്കുന്നു എന്നാണ് പറയുന്നത്. വിച്ച് ക്യാൻ കോസ് മോർട്ടാലിറ്റി ഓഫ് അറ്റ്ലീസ്റ്റ് 50% ഓഫ് ദ ടോട്ടൽ നമ്പർ ഓഫ് ദ ടെസ്റ്റ് ആനിമൽ. ഈ ടോക്സിക്കൻ്റെ മുഖേന എന്ത് ചെയ്യുന്നു, ഏകദേശം നമ്മൾ അതിന് ടെസ്റ്റ് ചെയ്യാൻ എടുക്കുന്ന ആനിമൽസിൻ്റെ എണ്ണത്തിൽ 50% അവയുടെ മരണത്തിന് കാരണമാക്കുന്നു എന്നാണ് പറയുന്നത്. LD50 ഈസ് കോമൺലി യൂസ്ഡ് വിത്തിൻ നോൺ അക്വാട്ടിക് ടെസ്റ്റ് ആനിമൽ. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നോൺ അക്വാട്ടിക് ആയിട്ടുള്ള ആനിമൽസിലായിരിക്കും ടെസ്റ്റ് ആനിമൽസ് ആണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. അതുപോലെ ടെസ്റ്റ് ആനിമൽസ് എന്ന് പറയുമ്പോൾ അവിടെ മൈസ് വരും, റാറ്റ് വരും, അതുപോലെ ഡോഗിനൊക്കെ ആയിരിക്കും കൂടുതലായിട്ട് അതിൽ ഉപയോഗിക്കുന്നത്, ടെസ്റ്റ് ആനിമലായിട്ട് ഉപയോഗിക്കുന്നത്. It is commonly used in classification of chemical toxicants based on their relative toxicity, evaluation of the intensity of the hazard from accidental overdose, studies related to the mechanism of toxicity, reactivity of particular species against a toxicant, therapeutic trials of drugs in human beings, detection of toxicant impurities for the quality control of chemicals, studies of acute and subacute toxicant in animals. സോ LD50 മെയിനായിട്ട് ഉപയോഗിക്കുന്ന ഇതിലൊക്കെയാണ് ഡോസേജ് എന്ന് പറഞ്ഞാൽ, അതായത് അക്യൂട്ടും സബ് അക്യൂട്ടിലൊക്കെ നമ്മുടെ LD50 തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അത് നമ്മുടെ ഹസാർഡ് ഫ്രം ആക്സിഡൻറ്റ് ഓവർഡോസിൻ്റെ ഒക്കെ മുതൽ ഇൻറ്റൻസിറ്റി ഒക്കെ മനസ്സിലാക്കാനായിട്ട് LD50 യൂസ് ചെയ്യുന്നുണ്ട്. കെമിക്കൽ ടോക്സിക്കിൻ്റെ ഒക്കെ ക്ലാസിഫിക്കേഷന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ പെർട്ടിക്കുലർ സ്പീഷീസിൻ്റെ ടോക്സിക്കിൻ, അതായത് റിയാക്ടിവിറ്റിയുടെ അതിനായിട്ട് അഗെയിൻസ്റ്റ് ആയിട്ട് നമ്മൾ ടോക്സിക്കൻസ് ഇതായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് മെയിനായിട്ട് LD50 ഉപയോഗിക്കുന്ന സാഹചര്യങ്ങൾ എന്നൊക്കെ പറയുന്നത്. അടുത്തതാണ് മിഡ് ആൻഡ് ലീതൽ കോൺസെൻട്രേഷൻ, അതായത് LC50. ദിസ് ഈസ് ദ കോൺസെൻട്രേഷൻ ഓഫ് ദ ടോക്സിക്കൻറ്റ് in the medium which can be lethal to at least 50% of the test organism. ഇവിടെ നമ്മൾ ടോക്സിക്കിൻ്റെ കോൺസെൻട്രേഷനാണ് പറയുന്നത്. അറ്റ്ലീസ്റ്റ് നമ്മൾ ടെസ്റ്റ് ഓർഗാൻസിന് 50% ഇതിലെങ്കിലും ഈ കോൺസെൻട്രേഷൻ ടോക്സിക്കിൻ്റെ കോൺസെൻട്രേഷൻ എടുക്കുന്നതാണ് പറയുന്നത്. ഇറ്റ് യൂഷ്വലി എക്സ്പ്രസ്ഡ് ആസ് ടൈം ബൗണ്ട് വാല്യൂസ് സച്ച് ആസ് LS50 24 hours, LC50 48 hours. ഇങ്ങനെ ഇത് മെയിനായിട്ട് ഡിനോട്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അതും ആ കോൺസെൻട്രേഷനും, അതായത് LC50 അതുപോലെ തന്നെ അവയുടെ ടൈം ബൗണ്ടും ആയിരിക്കും, ടൈം എടുക്കുന്ന പീരീഡും ടൈമും കൂടി ഇതിൽ ഡിനോട്ട് ചെയ്യുമായിരിക്കും. LC50 24 hours means that the concentration of the toxicant is lethal to 50% or more of the test animal. അതായത് ടെസ്റ്റ് ആനിമലിൻ്റെ നമ്മൾ 50% എടുക്കുകയാണെങ്കിൽ അത് 24 hours ഇത് എഫക്റ്റ് ആവുന്നതൊക്കെയാണ് പറയുന്നത്. ഇറ്റ് വിൽ നോട്ട് എഫക്ട് ദ നോർമൽ ലൈഫ് പ്രോസസ് ഓഫ് ഓർഗാനിസംസ് ബിക്കോസ് കോൺസെൻട്രേഷൻ ഓഫ് ദ ടോക്സിക്കൻ ഈസ് മീഡിയം. അതായത് ഇത് നമ്മുടെ ഓർഗാനിസിൻ്റെ പ്രോസസ്സിലൊന്നും അധികം എഫക്റ്റ് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. ബിക്കോസ് അവിടെ ഉപയോഗിക്കുന്ന ടോക്സിക്കൻ്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് വളരെ മീഡിയം ആയിരിക്കും, അതുകൊണ്ടാണ് അതിനെ അധികം എഫക്റ്റ് ചെയ്യില്ല. സോ ഇതാണ് ഒരു ചെറുതായിട്ടൊരു റെപ്രസെൻറ്റേഷൻ എന്ന് പറയാം LD50 LC50നെ കുറിച്ചിട്ട്. സോ ഇത്രയ്ക്കുള്ളൂ. താങ്ക് യു.